ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2025-26 എന്നതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എക്സാം വരാനായില്ലേ, ഓണം പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് എന്താക്കുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. എന്താണ് ഫസ്റ്റ് പറയുന്നത്, ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഇല്ല, എന്താണ് എല്ലാ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ എഴുതുന്നതിന് മുന്നേ വായിക്കണം. 15 മിനിറ്റ് എന്താണ് ആ ക്വസ്റ്റ്യൻസൊക്കെ വായിക്കാനുള്ള ടൈമാണ്, കൂൾ ഓഫ് ടൈമാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താ പറഞ്ഞത്, ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ആക്ടിവിറ്റി 1 നിർബന്ധമായി ചെയ്തിരിക്കണം. അറ്റംപ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം 2 to 6. അപ്പോൾ ആക്ടിവിറ്റി 2 മുതൽ ആക്ടിവിറ്റി 6 വരെയുള്ളതിൽ ഏതെങ്കിലും 4 ആക്ടിവിറ്റി ചെയ്താൽ മതി. ആക്ടിവിറ്റി 1 നിർബന്ധമായി ചെയ്യണം. അതായത് ആക്ടിവിറ്റി 1 ഇതാണ് അല്ലേ. അപ്പോൾ ലിസൺ ആൻഡ് റൈറ്റ് ആക്ടിവിറ്റി 1 ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് പാഠഭാഗത്തുള്ളതാണ് അല്ലേ. അപ്പോൾ പാഠഭാഗത്തുള്ള ആ ചിത്രമാണ് ഇവിടെ കാണുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ദ പിക്ചർ? പറഞ്ഞേ, ഈ കുട്ടിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചത്, അറിയാം അല്ലേ. അടുത്ത് എന്താണ്, വേർ ദേ പ്ലേയിങ്, എവിടെയാണ് അവർ കളിക്കുന്നത്? അതും നമുക്ക് ചാപ്റ്ററിൽ അറിയാം അല്ലേ. വാട്ട് ഡിഡ് ദേ ഫൈൻഡ് ഓൺ ദ ടേബിൾ, എന്താണ് ടേബിളിൽ എന്താണ് കണ്ടത്? അമ്മ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അമ്മ എന്താണ് എടുത്ത് വെച്ചിരുന്നത്? അത് എഴുതുക കേട്ടോ. ദെൻ വാട്ട് ഹാപ്പൻ ടു ദെയർ മദർ, അവരുടെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഓക്കെ, അപ്പോൾ അത് എഴുതുക. എന്താണ് അമ്മ അവിടെ ബോധം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു അല്ലേ. ദെൻ വാട്ട് ഡിഡ് ദിൽന ഡു ടു ഗെറ്റ് ഹെൽപ്പ്, അപ്പോൾ ദിൽന എന്താ പെട്ടെന്ന് ചെയ്തത്? ദിൽന എന്താ മുത്തശ്ശി പറഞ്ഞ അത് ഓർമ്മ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്താക്കി, ഫയർ സർവീസിലേക്ക് വിളിച്ചില്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ് കേട്ടോ, കോൺവെർസേഷൻ ആണ്. നോക്കൂ എന്താണ്, റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ലേഡി ഫയർ ഓഫീസർ ആഫ്റ്റർ ദിൽന കോൾഡ് 101 ഫോർ ഹെൽപ്പ്. അപ്പോൾ എന്താണ്, ദിൽനയും ലേഡി ഫയർ ഓഫീസർ എന്താണ് ഈ ഉള്ള കോൺവെർസേഷനാണ് അല്ലേ. ദിൽന എന്താക്കി 101ലേക്ക് ഹെൽപ്പിന് വേണ്ടി വിളിച്ചപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് അല്ലേ. അപ്പോൾ ഓഫീസർ എന്താ പറഞ്ഞിട്ടുണ്ടാവുക, ആദ്യം വിഷ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം കേട്ടോ കോൺവെർസേഷൻ എഴുതുമ്പോൾ. അപ്പോൾ എന്താ പറയുക, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് ഫയർ സർവീസ് ആണ്. എന്താണ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, എന്താ ചെയ്യേണ്ടത്, ഹെൽപ്പ് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ദിൽന പറയും എന്താണ്, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓഫീസർ എന്തേക്കും പറഞ്ഞത്, എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ദിൽന എന്താ പറഞ്ഞിട്ടുണ്ടാവുക, എൻ്റെ അമ്മ വീണ് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഓഫീസർ എന്താ പറഞ്ഞത്, ഡോണ്ട് വെറി വി വിൽ റീച്ച് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ദിൽന എന്തേക്കും പറഞ്ഞിട്ടുണ്ടാവുക, അതില്ല താങ്ക് യു വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ആ കോൺവെർസേഷനാണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ് പോസ്റ്റർ. പോസ്റ്ററിൽ എന്താ നോക്കുക ഉണ്ടാക്കേണ്ടത്, എന്താണ്, ഡിസൈൻ എ പോസ്റ്റർ ഇൻവൈറ്റിംഗ് എവരി വൺ ടു ദ പ്രോഗ്രാം അറ്റ് ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ ടു ഹോണർ ദിൽന ഫോർ ഹെർ ബ്രേവറി. അപ്പോൾ എന്താണ്, ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. എന്താണ് ചെറുവപ്പാടി ഫയർ സ്റ്റേഷനിൽ എന്താണ് ദിൽനക്ക് എന്താണ് അവളുടെ ആ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിലേക്ക് ആ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടുള്ളൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനെന്താ പോസ്റ്റർ എന്താണ്, ആദ്യം നിങ്ങൾ ലേ ഔട്ട് വരയ്ക്കുക അല്ലേ. പിന്നെന്താണ് ഒരു ടൈറ്റിൽ ഉണ്ടാവണം, എന്താ ദിൽന എന്താ കൊടുക്കുക നമുക്ക്, ടു ഹോണർ ദിൽന എന്നോ അല്ലെങ്കിൽ എന്താണ് ടു ഹോണർ ദിൽന ഫോർ ഹെർ ബ്രേവറി എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുക കേട്ടോ ഹെഡിങ്. പിന്നെ എന്താണ് ഡേറ്റും ടൈമും കൊടുക്കണേ. പിന്നെ വെന്യൂ എവിടെ, സ്ഥലം എവിടെയാണ്, ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. പിന്നെ ചീഫ് ഗസ്റ്റ് ആരാണ്, ഒരാൾ ചീഫ് ഗസ്റ്റ് ആരാണ്, ആരെങ്കിലും ഒരു അവിടുത്തെ മന്ത്രി മിനിസ്റ്റർ ആരെങ്കിലും പേര് പറഞ്ഞ് കൊടുക്കുക. ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് എന്താക്കുക തയ്യാറാക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ചിത്രമൊക്കെ നിങ്ങൾക്ക് വരയ്ക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ് സ്റ്റോറി. സ്റ്റോറി എന്താ പറയുന്നത് നോക്കിയേ. ഈ സ്റ്റോറി എന്താണ്, look at the pictures, write a story in your own words based on the rainbow people. Rainbow people-ലുള്ള ആ സ്റ്റോറി അവിടെ വരുന്നത് അല്ലേ. why did the villagers build walls, എന്തിനാണ് ആ വില്ലേജേഴ്സ് അവിടെ ചുമര് കെട്ടിപ്പടുത്തത്? എന്തിനാ, യെസ് അവരുടെ കളർ വെച്ചിട്ടാണ് അല്ലേ. ബ്ലൂ ഉള്ളവർ ബ്ലൂവിൻ്റെ ഏരിയയിലേക്ക് പോയി, ഗ്രീൻ ഉള്ളവർ ഗ്രീനിൻ്റെ ഏരിയയിലേക്ക് പോയി, റെഡ് യെല്ലോ അങ്ങനെ എന്താണ് ഓരോരുത്തരും ഓരോ ഏരിയയിലേക്ക് പോയപ്പോൾ എന്താണ് അവിടെ വാൾസ് ചുമര് കെട്ടിപ്പടുത്തില്ലേ. വാട്ട് പ്രോബ്ലം ഡിഡ് ദേ ഫേസ്, എന്ത് പ്രശ്നമാണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്? അവർക്ക് അവരുടെ വിചാരിച്ച സാധനങ്ങൾ കിട്ടുന്നില്ല അല്ലേ. അവർക്കുള്ളത് കൊണ്ട് എന്താണ് അത് പോരാ അല്ലേ. ഫുഡുള്ളവർക്ക് എന്താണ് വാട്ടർ ഇല്ലാത്തവർക്ക് എന്താണ് വാട്ടർ ഉള്ളവർക്ക് ഫുഡില്ല. പിന്നെന്താണ്
പിന്നെന്താ പറയുന്നത്, വുഡ്, എന്താണ്, ഫയറില്ലാത്ത വുഡില്ല, വുഡില്ലാത്ത ഫയറില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നില്ല ആ പ്രശ്നങ്ങളൊക്കെ എഴുതാം കേട്ടോ. ഹൗ ഡിഡ് ദേ സോൾവ് ഇറ്റ്, എങ്ങനെ സോൾവ് ഇറ്റ്, അവർ ഷെയർ ചെയ്തു അല്ലേ, ഷെയർ ചെയ്തിട്ടാണ് സോൾവ് ഇറ്റ് അല്ലേ. വാട്ട് ഹാപ്പൻ അറ്റ് ദ എൻഡ്, ലാസ്റ്റ് അവരെന്താ സംഭവിച്ചത്, അവർ ബിൽഡ് ചെയ്ത വാൾസ് എന്താക്കി, ബ്രേക്ക് ചെയ്തു അല്ലേ, അവരെ പൊട്ടിച്ച് എല്ലാവരും ഒന്നിച്ചു നിന്നു അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്, നോക്കൂ. സി ഹൗ കിച്ചു റാബിറ്റ് ഈസ് ഹോൾഡിങ് സംതിങ് ഷൈനി ഇൻ ഫ്രണ്ട് ഓഫ് കുഞ്ഞുകൻ വോൾഫ്. നോക്കൂ, ഈ കിച്ചു റാബിറ്റ് എന്താക്കിയ, എന്തോന്ന് ഷൈനി ആയിട്ടുള്ള എന്തോന്ന് എന്താണ് കുഞ്ഞുകൻ വോൾഫിന്റെ നേരെ മുന്നിലേക്ക് എന്താക്കി ഇങ്ങനെ പിടിച്ചു വെച്ചു അല്ലേ. വാട്ട് ഈസ് കിച്ചു ഷോയിങ് ടു ദ വോൾഫ്, എന്താണ് കിച്ചു ഷോയിങ് വോൾഫിനെ കാണിച്ചത്, മിറർ ആണ് അല്ലേ, MIRROR മിറർ അല്ലേ, അതാണ് കാണിച്ചത് അല്ലേ. ആൻഡ് ഹൗ ഡസ് ദിസ് ഹെൽപ്പ് കിച്ചു ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, എങ്ങനെയാണ് ഈ കിച്ചുവിനെയും ഫ്രണ്ട്സിനെയും അത് ഹെൽപ്പ് ചെയ്തത്, അതെന്താ ഇങ്ങനെ കുങ്കം വോൾഫ് കണ്ടപ്പോൾ എന്താ പേടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അല്ലേ. കണ്ടോ ചിത്രത്തിൽ. ദെൻ നെക്സ്റ്റ് മാച്ച് ദ ഫീലിംഗ് വിത്ത് ദ വേർഡ്. ഇനി എന്താണ് ഫീൽ ചെയ്യാൻ, ഫീലിംഗ് എന്തൊക്കെയാണെന്നുള്ളതാണ് അല്ലേ. ഇവിടെ വേർഡ് വോ ഷോസ് സർപ്രൈസ് അല്ലേ, വോ എന്താണ് സർപ്രൈസിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. Here are some words that show different emotions. Fill in the blanks using the words given below that match the situation. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടെ തന്നിരിക്കുന്ന ഈ വേർഡ്സുകൾ ഇവിടെ ഇതാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വി ഹാവ് പ്ലേഡ് വെരി വെൽ, നമ്മൾ എന്താ നന്നായി കളിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ എന്താണ് ഇതിലേതാ വരിക, അലാസ് അല്ലേ, അലാസ് വി ലോസ് ദ ഗെയിം അല്ലേ, അതൊരു കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞതാണ് അലാസ് ഇവിടെ കൊടുക്കുക അല്ലേ. നെക്സ്റ്റ് നമുക്ക് അവർ ടീം ഹാസ് വൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. നമ്മുടെ ടീം എന്താണ് ഈ വേൾഡ് കപ്പിൽ ഈ സമയത്ത് എന്താണ് വിജയിച്ചു എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ എന്താ നമ്മൾ കൊടുക്കുക, ഹുറേ എന്ന് പറഞ്ഞു കൊടുക്കുക. സന്തോഷം കാണിക്കുമ്പോൾ ഹുറേ എന്നല്ലേ, കഷ്ടം തോന്നുമ്പോൾ എന്താണ് അലാസ് അല്ലേ. നെക്സ്റ്റ് വാട്ട് എ ഫാന്റാസ്റ്റിക് ക്യാച്ച്, എന്തൊരു ഫാന്റാസ്റ്റിക് ക്യാച്ചാന്ന് പറയുന്നത് ഏതാണ്, വൗ വാട്ട് എ ഫാന്റാസ്റ്റിക് ക്യാച്ച് എന്ന് പറയാം അല്ലേ. ഇനി യു ഹിറ്റ് മൈ ഹാൻഡ് ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്, എന്താണ് നിങ്ങൾ എന്നെ കയ്യിലിടിച്ചില്ലേ, ഓഹ് ഇതൊരു വേദന എന്ന് പറയില്ലേ, അപ്പോൾ ഔച്ച് അല്ലേ, അതാണ് ഇതിൻ്റെ ഔച്ച്. ഓക്കെ നെക്സ്റ്റ് ഡാഷ് ബോബ് ഹാസ് വൺ ദ ഫസ്റ്റ് പ്രൈസ്, എന്താണ് ബോബ് എന്താണ് ഫസ്റ്റ് പ്രൈസ് നേടി, അതിലേതാ പറയുന്നത്, യാ ബോബ് ഹാസ് വൺ ദ ഫസ്റ്റ് പ്രൈസ് അവൻ നേടിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ YAH. അപ്പോൾ ഒന്നാമത്തെ എന്താണ് സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷനാണ് നമുക്ക് വിഷമമുള്ളത് വരുമ്പോൾ എന്താണ് അലാസ് എന്ന് പറയാണ് കേട്ടോ. പിന്നെ എന്താണ് വിജയിച്ച് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത് ഹുറേ എന്നുള്ളത്, ഹാപ്പി സിറ്റുവേഷനിൽ ഹുറേ അല്ലേ. ദെൻ എന്താണ് ഭയങ്കര ഫാന്റാസ്റ്റിക് ക്യാച്ചാന്നൊക്കെ പറയുമ്പോൾ എന്താണ് വാവ് എൻ്റെ ഒരു ഫാന്റാസ്റ്റിക് ക്യാച്ചാന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് വാവ് അവിടെ കൊടുക്കുക അല്ലേ. പിന്നെ വേദനയ്ക്കാണ് നമുക്ക് അല്ലേ, ഒരാൾ സഹായിക്കുമ്പോൾ എന്താണ് നമുക്ക് വേദന ആയപ്പോൾ ഔച്ച്, എന്താണ് ഔച്ച് അല്ലേ, ഇതാണ് OUCH കേട്ടോ. പിന്നെ ഡാഷ് ബോബ് ഹാസ് വൺ ദ ഫസ്റ്റ് പ്രൈസ് പറയുന്നത് ഏതാണ്, യാ അവന് നേടിയിട്ടുണ്ട് എന്ന് പറയുകയാണല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ച് ആൻസർ ചെയ്യട്ടോ. നമ്മളെ കുങ്കും വോൾഫിൻ്റെ ചാപ്റ്ററും പഠിക്കണം, പിന്നെ റെയിൻബോൻ്റെ ചാപ്റ്ററും പഠിക്കണം, പിന്നെ ഏതാണ് ഈ ദിൽനാൻ്റെ ചാപ്റ്ററും പഠിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ നന്നായി പഠിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാട്ടോ. ഓക്കെ, താങ്ക് യു.